സാമ്രാജ്യങ്ങളെ വിറപ്പിച്ച് അടക്കി വാണ അഹങ്കാര കൊടുമുടിയിൽ സിംഹാസനസ്ഥനായ വീരശൂര പരാക്രമിയായ, എന്നാൽ 7 വർഷം പുല്ല് മാത്രം ഭക്ഷിച്ച് കാട്ടിൽ ജീവിച്ചു വന്ന ശ്രേഷ്ഠനായ നെബൂഖദ്നേസർ. രാജഗുരു, രാജസന്നിധിയിലോട്ട് ഇങ്ങനെയാണോ വരുന്നത്? തുണിയും പൊക്കിക്കൊണ്ട്. ഇവിടെ എല്ലാം മഴയാണ് രാജൻ. മഴ കാരണം വെള്ളം കയറി കിടക്കും. രാജസന്നിധിയെല്ലാം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കും. ഈ മഴ എപ്പോ നിൽക്കും? എനിക്കൊരു സന്ദേശം കിട്ടി രാജൻ. അതായത് ആലപ്പുഴ, കൊല്ലം, കോട്ടയം എന്നിവിടങ്ങളിൽ നല്ല മഴ. രാജഗുരു, ഞാൻ വിഷയത്തിൽ നിന്ന് തെന്നി മാറി രാജൻ. അതായത് നിന്ന് ഭയങ്കര ശക്തമായ മഴയുണ്ടായിരുന്നു. ഈ ആഴ്ച മൊത്തം മഴയായിരുന്നു. ഇന്ന് നല്ല വെയിലായിരുന്നു. ചിലപ്പോ ആ സന്ദേശം സൂര്യൻ കേട്ട് കാണുക. രാജഗുരു, പറഞ്ഞാലും രാജൻ, ഞാൻ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഒരു യാത്രയിലായിരുന്നു. ഞാൻ നമ്മുടെ സാമ്രാജ്യത്തിലുള്ള എല്ലാ രാജ്യങ്ങളിലും ഒരു രാജവിസിറ്റ് നടത്തിയിരുന്നു. രാജൻ, ഞാൻ അതിനെ കുറിച്ച് ചോദിക്കാനിരിക്കുകയായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു രാജവിസിറ്റ് ഒക്കെ? ഓ, നമ്മുടെ രാജ്യങ്ങളെല്ലാം ബഹുകേമം തന്നെ. എന്ത് സൗന്ദര്യമുള്ള രാജ്യങ്ങളാണെല്ലാം. പക്ഷേ എല്ലാ രാജ്യങ്ങൾക്കും അവരുടെ എന്തെങ്കിലും പ്രൗഢ കാണിക്കാനായിട്ട് എന്തെങ്കിലും ഒരു വസ്തുവോ കൊട്ടാരങ്ങളോ കെട്ടിടങ്ങളോ എന്തെങ്കിലും ഉണ്ടാവും. രാജഗുരു, പറഞ്ഞാലും രാജൻ, നാം വിഷാദത്തിലാണ്. എന്താണ് രാജൻ വിഷാദം? രാജഗുരു, പറഞ്ഞാലും രാജൻ, ഈ രാജ്യങ്ങൾക്കെല്ലാം അവരുടെ പ്രൗഢ കാണിക്കാൻ എന്തെങ്കിലും ഒരു വസ്തുവുണ്ട്. ചിലവർക്ക് കൊട്ടാരങ്ങൾ, ചിലർക്ക് അവരുടെ ആചാരങ്ങൾ. നമുക്ക് മാത്രം ഒന്നുമില്ലല്ലോ. രാജൻ, എന്റെ മനസ്സിൽ തോന്നിയതാണ് ഒരു ശില്പം. രാജഗുരു, വേണ്ട രാജൻ, വേണ്ട. നമുക്കൊരു ശില്പം പണിതാലോ? നല്ല തീരുമാനം രാജൻ. പക്ഷെ രാജഗുരു, ഞാൻ പിന്നെയും വിഷാദത്തിലാണ്. എന്താണ് രാജൻ അത്? ഇത്രയും വലിയ ശില്പം പണിയാൻ കഴിവുള്ള ആരെങ്കിലും നമ്മുടെ സാമ്രാജ്യത്തിലുണ്ടോ? രാജൻ, രാജൻ രാജ വിസിറ്റിന് പോയപ്പോൾ ഞാൻ രാജഗുരു വിസിറ്റിന് പോയിരുന്നു. രാജനോട് പറയാൻ മറന്നുപോയി. ആട്ടെ, അവിടെ ഞാൻ പോയപ്പോൾ വലിയ വലിയ മഹാന്മാരായ ശില്പികളെ ഞാൻ കണ്ടു. നമ്മുടെ രാജ്യത്തിലോ? അല്ല, മറ്റൊരു രാജ്യത്തിൽ. ഓ, അങ്ങനെ പറയാം. ഓക്കെ, അവിടെ ഞാൻ ചെന്നപ്പോൾ അവിടെ അതികേമന്മാരും അതിസാമർഥ്യമുള്ളവന്മാരെയും ഞാൻ കണ്ടു. അതിൽ കുറച്ചുപേരെ ഞാൻ രാജന് പരിചയപ്പെടുത്തി. ആരൊക്കെയാണ് ആ കേമാർ? രാജൻ, ഞാൻ ഒന്നാമതായി പരിചയപ്പെടുത്തത്, ഞാൻ ഇങ്ങനെ വലിയൊരു പിരമിഡിന്റെ സൈഡിൽ കൂടെ പോകുമ്പോൾ അതിന്റെ അടിവാരത്തിരുന്നു കൊണ്ട്, അതിന്റെ മുട്ടിലിരുന്നു കൊണ്ട് കൊത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്ത് പിരമിഡാണോ? അല്ല, തേങ്ങ. പിന്നെ മറ്റൊരു കാര്യം രാജൻ, അങ്ങ് ആകാശം മുട്ടെ നീളം വരുന്ന വലിയ പിരമിഡുകളുടെ താഴെയുള്ള ചെറിയ പിരമിഡാണ് ഇദ്ദേഹം നിർമ്മിച്ചത്. ആരാണ് ഈ മഹാൻ? ഇദ്ദേഹത്തിന്റെ പേരാണ് ഡാ വിഞ്ചി ബിജു. ഇദ്ദേഹം കൊള്ളാം. അടുത്തതാരാണ്? ഇതിലും വലിയ കേമനാണോ? അടുത്ത ആള് ഇതിലും ബഹുകേമനാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ ഞാൻ പറയാം. രാജൻ ചിലപ്പോൾ കേട്ട് കാണും, കേട്ടാലൊന്നും ഞെട്ടും. അതായത് ഒരു രാജ്യത്ത് ഞാൻ ചെന്നപ്പോൾ അവിടുത്തെ വലിയ ശില്പം താജ്മഹൽ എന്ന് കേട്ടിട്ടുണ്ടോ രാജൻ? ഓ മൈ ഗോഡ്, താജ്മഹൽ പെടുന്ന ആളാണോ അടുത്തത്? അല്ല, അതിന്റെ മുകളിലുള്ള ആ ഉണ്ടയുണ്ടല്ലോ, അത് ഇദ്ദേഹമാണ് പണിത്. നിന്റെ ദൈവമേ, ഇത്രയും കഴിവുള്ള ആളോ? ആരാണ് അദ്ദേഹം? അദ്ദേഹത്തിന്റെ പേര് അതിബുദ്ധി സുരേഷ്. ഇദ്ദേഹത്തിന് മറ്റൊരു കഴിവും കൂടെ ഉണ്ട്. എന്താണ് രാജഗുരു? പാചകത്തിലും കേവനാണ്. നോക്കൂ, തലയിൽ കറിവേപ്പില. നല്ല ബുദ്ധിയുണ്ടെന്ന് തോന്നുന്നു. തലയിൽ കൂടെ കളിമണ്ണായതുകൊണ്ട് തലയിൽ കൂടെ ഇലവര് വന്നിരിക്കുന്നു. കേമൻ തന്നെ. രാജഗുരു, ഇനി ഇതിലും വലിയൊരാളും കൂടെ ഉണ്ടോ? ഉണ്ട് രാജൻ. അതിസമർത്ഥ്യൻ, വില്ലാളി വീരൻ. അതിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ കുളിര് കോരും രാജൻ. അദ്ദേഹം വെറും ഒരു ശില്പിയല്ല, മറിച്ച് റഷ്യൻ സാമ്രാജ്യങ്ങളെ അടക്കി കൊണ്ടിരുന്ന വലിയ വീരന്മാരുടെ വീടിന്റെ അടുത്തായിരുന്നു ഇദ്ദേഹത്തിന്റെ വീട്. മറ്റൊരു കാര്യം, 2 ആഴ്ച ഭക്ഷണവും പാനീയവും മാറ്റിവെച്ച് വിറങ്ങലിച്ച് തണുത്ത് മരവിച്ച്
ഇദ്ദേഹം വലിയൊരു ശില്പം പണിതു. ഇത്ര കഠിനാധ്വാനിയായിട്ടുള്ള ആൾ ഇപ്പൊ എവിടെയാണ്? ജനറൽ വാർഡിൽ പനി പിടിച്ചു കിടക്കുന്നു. രാജഗുരു, ആരാണിതാൾ? ഒന്ന് കാണിച്ചു തരുവോ? ഇദ്ദേഹത്തിന്റെ പേര് രാജഗുരു, എന്താണ് അവിടെ കൊത്തി വെച്ചിരിക്കുന്നത്? വായിക്കാൻ പറ്റുന്നില്ലല്ലോ. സോയാബീൻ. അദ്ദേഹം വേണ്ട രാജൻ. എന്താ രാജഗുരു, ഇത്രയും വലിയ ആളായിട്ട് എന്താ വേണ്ടെന്ന് പറഞ്ഞത്? എനിക്ക് ആ പേര് വായിക്കാൻ പറ്റില്ല. രാജഗുരു അല്ല, അദ്ദേഹം പനി പിടിച്ച് കിടപ്പിലാണ് രാജൻ. അദ്ദേഹം പനി പിടിച്ച് കിടപ്പിൽ മാത്രമല്ല, ക്യൂ നിന്ന് OP ടിക്കറ്റ് മേടിക്കാനുള്ള പൈസ എന്റെ രാജ്യം കടത്തിൽ തന്നെ. താങ്കളാണ് അതിൽ ഏറ്റവും വലിയ കാരണം. ഓക്കെ, അപ്പോൾ ആരാണ് അടുത്തത്? അതിബുദ്ധി സുരേഷ് ആണോ നമുക്ക് പണിയാൻ വരുന്നത്? അതിബുദ്ധി സുരേഷ് പ്രജകളുടെ ഇടയിൽ വന്നിട്ടില്ല. പക്ഷെ ബഹുകേമന്മാരിൽ കേമനായ ഡാവിഞ്ചി ബിജു ഉണ്ട്. രാജകൽപ്പന അയക്കൂ. ഡാവിഞ്ചി ബിജുവിനെ ഇവിടെ കൊണ്ടുവരൂ. എന്ത് പൈസയും കൊടുത്ത് ഇവിടെ കൊണ്ടുവരൂ. രാജന്റെ കൽപ്പന പോലെ. ഭടന്മാരെ പോയി വിളിക്കുവിൻ. വേണ്ട സന്നാഹങ്ങളെയും കൂട്ടി കൊണ്ടുവരുവിൻ. കേട്ട് കാണുമോ എന്തോ? രാജൻ. രാജഗുരു, എനിക്കൊരു സന്ദേശം. പറഞ്ഞാലും താങ്കൾക്ക് എങ്ങനെയാണ് ഈ ജോലി കിട്ടിയത്? തലമുറകളായി കൈമാറി വന്നതാണ്. ആപ്പിളോ? ഈ പദവി രാജന് മുമ്പുണ്ടായിരുന്ന വലിയ രാജാക്കന്മാർക്ക് ഞാൻ എന്റെ ജ്ഞാനം പകർന്നു കൊടുക്കുമായി. ചുമ്മാതല്ല, ഒരെണ്ണം പോലും ജീവനോടില്ല. രാജൻ, ഒരു കാര്യം ഞാൻ ചോദിച്ചു കൊള്ളട്ടെ. പറയൂ. രാജന്റെ ശില്പത്തിന്റെ അടുത്ത് എന്റെയും കൂടെ ഒരു ശില്പം. രാജഗുരു, വേണ്ട വേണ്ട വേണ്ട. രാജൻ, ഞാൻ മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ. രാജൻ എങ്ങനെയുള്ള ശില്പമാണ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഏറ്റവും വിലപിടിപ്പുള്ള രത്നങ്ങൾ വേണം. ആര് കണ്ടാലും ഒന്ന് നമസ്കരിച്ചു പോകണം. ഞാൻ ചോദിച്ചു കൊള്ളട്ടെ. രാജൻ ഉദ്ദേശിക്കുന്ന ശില്പം സ്വർണം കൊണ്ടോ വെള്ളി കൊണ്ടോ വൈരം കൊണ്ടോ രത്നം കൊണ്ടോ? എല്ലാം 3 വിധമായിക്കോട്ടെ. രാജന്റെ ഒരു കൽപ്പന. രാജഗുരു, എവിടെയാ ശില്പി? എനിക്ക് തോന്നുന്നു അവർ വരികയായിരിക്കും. ചിലപ്പോൾ ആ വലിയ നദി കടന്നു വരാൻ താമസമുണ്ടായിരിക്കും. ഇനാമലെ, വാസ്തുശാസ്ത്രം വെച്ച് നമുക്ക് ഇവിടെ പണിയുന്നതല്ലേ നല്ലത്? ആ ശാസ്ത്രം അങ്ങനെയാണെങ്കിൽ ഇവിടെ തന്നെ പണിയാം. വാ. രാജൻ, രാജൻ. ഞാനല്ല, ധൈര്യം. രാജഗുരു, രാജൻ, ആരാണ് ഇദ്ദേഹം? ഇദ്ദേഹമാണ് ഡാവിഞ്ചി ബിജു. കേമന്മാരിൽ കേമൻ, അതിസാമർഥ്യമുള്ളവൻ. രാജഗുരു, പറഞ്ഞാലും രാജൻ, ഇദ്ദേഹത്തിന് എങ്ങനെയാണ് ഇത്രയും വിചിത്രമായ ഒരു പേര് കിട്ടിയത്? ഡാവിഞ്ചി ബിജു. ഡാവിഞ്ചി. അതായത് രാജൻ, അതൊരു കഥയാണ്, ഞാൻ പറഞ്ഞു തരാം. ഇദ്ദേഹം ഒരു ദിവസം വലിയ പിരമിഡുകളുടെ ഇടയിലൂടെ വലിയ നദി കടന്നു പോകുകയായിരുന്നു. നൈൽ നദി തുഴഞ്ഞു. അപ്പോൾ തന്റെ കൂട്ടുകാരൻ വിളിച്ചു, ഡാ വഞ്ചിയിൽ ബിജു. അങ്ങനെയാണ് ഡാവഞ്ചി ബിജു വന്നത്. നമ്മുടെ ശില്പം പണിയാൻ ഇദ്ദേഹം തന്നെ മതി. ശില്പി രാജൻ, എവിടെയാണ് താങ്കൾ ശില്പം പണിയാൻ പോകുന്നത്? രാജൻ, നമുക്ക് ഇവിടെ പണിയുന്നതാണ് ഏറ്റവും നല്ലത്. എന്താ ഇവിടെ പണിതാൽ? രാജൻ, സൂര്യൻ കിഴക്ക് നിന്ന് പടിഞ്ഞാറ് ഉദിക്കുവാണെങ്കിൽ ചന്ദ്രൻ അപ്പുറത്തെ സൈഡിൽ നിന്നാണ് വരുന്നത്. ഓ, നമ്മുടെ ചന്ദ്രൻ മേശ്ശേരി. രാജഗുരു, അതെ രാജൻ, പറഞ്ഞു മനസ്സിലാക്കൂ. അവിടെ പണിതാൽ നടന്നു പോകാം, ഇവിടെ പണിതാൽ നടന്നോ. രാജൻ, ഞാൻ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. നമ്മുടെ രാജസന്നിധിയുടെ മുന്നിൽ കുറെ തിരക്കുകളുണ്ട്. രാജാവിനോട് കുറെ രാജസന്നിധിയിൽ വന്ന് കുറെ പ്രശ്നങ്ങൾ പറയുവാൻ നമ്മുടെ പ്രജകൾ വെമ്പുകയാണ്. പ്രജകളെ ഓരോരുത്തരായിട്ട് അടുത്ത് വിടുക. ഭടന്മാരെ, അവരെ ഓരോരുത്തരെയായിട്ട് കടന്നു വിടും. വരുവിൻ 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 വരുവിൻ. രാജാവ് ദീനാട് വാഴട്ടെ. രാജൻ, ഞാൻ പൊട്ടക്കാട് ദേശം വാഴുന്ന ഒരു പ്രഭുവാണ്. പേര് കുഞ്ഞോട്ടൻ. എനിക്കൊരു സങ്കടം ബോധിപ്പിക്കാനുണ്ട് രാജൻ. പറയൂ കുഞ്ഞൂട്ടാ.
രാജൻ എന്റെ മക്കൾക്ക് ഒരു ഓംലേറ്റ് അടിക്കാൻ ഒരു കോഴിമുട്ട പോലും കിട്ടാനില്ല രാജൻ, കോഴിമുട്ട പോലും കിട്ടാനില്ല. പട്ടിണിയും പരിവട്ടമാണ് രാജൻ, പട്ടിണിയും പരിവട്ടവും. അവിടുന്ന് എന്തെങ്കിലും തന്ന് സഹായിക്കണം. ഒരു ചിക്കൻ കടിച്ചു മുറിച്ചിട്ട് നാളുകൾ കുറയായി രാജൻ, നാളുകൾ കുറയായി. രാജഗുരു, പറഞ്ഞാലും രാജൻ, അമ്മ ഇദ്ദേഹം വല്ലാതെ സങ്കടത്തിലാക്കുന്നു. എന്താണ് ഇതിനൊരു പോംവഴി? പൂങ്കോഴി കൊടുക്കണം രാജൻ, പൂവൻകോഴി അല്ല, എന്താണ് പോംവഴി എന്ന്? പൂവഴി കൊടുക്കണം. കുറെ അൽഫാമും കുറെ ചിക്കനും കൊടുക്കണം രാജൻ. ഇതാണ് എന്റെ കൽപ്പന. ഇദ്ദേഹത്തിന് ഒരു വർഷത്തേക്കുള്ള അൽഫാമും ഒരു വർഷത്തേക്കുള്ള സ്വർണ്ണധാന്യങ്ങളും കൊടുത്തു പോയി. ജയ് രാജാ ജയ്. കുറച്ച് ബിസ്ക്കറ്റും കൂടെ കൊടുത്തോളൂ. എന്തിനാ രാജൻ ബിസ്ക്കറ്റ്? വയറ്റത്തേക്കാ രാജൻ? അങ്ങനെയാണെങ്കിൽ ഞാനും പട്ടിണിയാണ്. രാജഗുരു, ചെല്ലു മന്ത്രിയാർ അടുക്കെ ചെല്ലു. മന്ത്രിയാർ തരും, മന്ത്രിയാർ തരും. താങ്ക് യു. മന്ത്രിയാര് എന്താ വേണ്ടെന്ന് വെച്ചാൽ കൊടുത്തു. 2 ബിസ്ക്കറ്റ് മാറ്റി വെച്ചേ. ആരാണ് അടുത്ത ആൾ? കടന്നു വരൂ. ഇദ്ദേഹം ചോളമണ്ഡല രാജാവിന്റെ അവിടുത്തെ പ്രഭുവാണ്. വലിയ വയലുകളും പാടങ്ങളുമുള്ള. ഇപ്പോൾ എന്തോ പറ്റി പറഞ്ഞോളൂ രാജനോട്. ചോളമണ്ഡലത്തിലെ വലിയൊരു ചോളമണ്ഡലത്തിലെ വലിയൊരു മനസ്സിലായി നോമിനെല്ലാം മനസ്സിലായി. ഒരു കാര്യം ചെയ്യണം, അടുത്ത പ്രാവശ്യം വരുമ്പോൾ സബ് ടൈറ്റിൽസ് കൊണ്ടുവരിക. പോയി വരുവിൻ. മന്ത്രിയാരെ ഇദ്ദേഹത്തിന് വേണ്ടുന്നത് എന്താണെന്ന് വെച്ചാൽ എഴുതി മേടിക്കുക, പറഞ്ഞു മേടിക്കരുത്. പറഞ്ഞാലും രാജൻ. മിസ്റ്റർ ഡാവിഞ്ചി ബിജു, ശില്പി തിരക്കിലാണ്. മതിയാവോ? എന്താണ് പണി കഴിയാൻ താമസം? അല്പം വൈകും. വാസ്തുശാസ്ത്രം ശരിയല്ലെന്ന് പറഞ്ഞായിരുന്നല്ലോ നേരത്തെ അവിടെ. ആ ചന്ദ്രനില്ലാത്തൊരു കുഴപ്പമാണോ? അതെ, ചന്ദ്രനില്ല. പക്ഷേ സൂര്യൻ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. കുറച്ചേരം എടുക്കും. രാജൻ കുറച്ച് ഉണക്കമുന്തിരി കഴിക്കുന്നു. ടേസ്റ്റ് കാണും. രാജൻ, നമ്മുടെ പണിക്കാർ അതികേവന്മാരാണ്. രാജഗുരു, പറഞ്ഞാലും രാജൻ. എന്താണ് നമ്മുടെ രാജ്യത്തെ പുതിയ ന്യൂസുകൾ? ഡാവിഞ്ചി ബിജു, പറയൂ ഗുരു. എന്തായി പണികളൊക്കെ? പണി കഴിഞ്ഞിരിക്കുന്നു ഗുരു. ഗംഭീരം, ഇത്ര പെട്ടെന്ന് കഴിഞ്ഞു. ഞാൻ ഒരു സംഭവം ഗുരു. എല്ലാം ഭംഗിയും മംഗളവുമായി നടത്തിയോ? എല്ലാം നല്ല ഭംഗിയുണ്ട്. ഞാനൊരു സംഭവം. അതായത് രാജൻ, ഡാവിഞ്ചി ബിജു എല്ലാം ഭംഗിയായി നടത്തിയെന്ന് നമുക്ക് സന്തോഷമായിരിക്കുന്നു. രാജഗുരു, പറഞ്ഞാലും രാജൻ. എനിക്കൊരു ആഗ്രഹം കൂടെ ഉണ്ട്. പറഞ്ഞോളൂ. ഈ ശില്പം എല്ലാവരും കാണിക്കുന്ന സമയത്ത് നമ്മുടെ രാജ്യത്തുള്ള എല്ലാ പ്രതികളും ഉണ്ടായിരിക്കണം എന്ന് എനിക്കൊരു ആഗ്രഹം. രാജഗുരു, പറഞ്ഞാലും രാജൻ. ഇതിനായി സന്ദേശം അയക്കൂ. എവിടെ പ്രജകൾ? സർവ്വനാടിലും ചെന്ന് എല്ലാ രാജാക്കന്മാരോടും പോയി വരുവാൻ പറയൂ. അവരോട് സന്ദേശം അറിയിക്കൂ. രാജൻ ഇവിടെ ആകാശം മുട്ടെ വരുന്ന വലിയൊരു ശില്പം നിർമ്മിച്ചു എന്ന് പറ. അതിനെ കാണുവാൻ എല്ലാവരും വരാൻ പറ. ആരും കുറയരുത്, ഒട്ടും കുറയ്ക്കരുത്. ഒന്നിനും ഒരു കുറവുണ്ടായിരിക്കും. രാജഗുരു, പറഞ്ഞാലും രാജൻ. ഈ മാസത്തെ ഇമെയിലുമായിട്ടല്ലേ ആ കഴുകൻ വരുന്നത്? രാജൻ അറിഞ്ഞിരിക്കുന്നു. നമ്മുടെ ശില്പത്തെ കുറിച്ച് രാജ്യം മുഴുവനും അറിഞ്ഞിരിക്കുന്നു. അത് വലിയ വാർത്തയായിരിക്കുന്നു. ഞാൻ സംഭവ സ്ഥലത്തുണ്ട്. നമുക്ക് കൂടുതൽ വിവരങ്ങൾ ചോദിക്കാം. നെബൂഖദ്നേസർ രാജാവിന്റെ പ്രിയ പടത്തലവനാണ് ഈ വന്നിരിക്കുന്നത്. പറയൂ, ഇവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഞങ്ങളുടെ രാജാവ് ഇവിടെ ലോകമൊന്നും കാണാത്ത രീതിയിൽ വലിയൊരു ശില്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതിനെ കുറിച്ച് ഒരു 2 വാക്ക് പറയുമോ? ശില്പം കൊള്ളാം. അങ്ങനല്ല ഞാൻ ചോദിച്ചത്. അതായത് 3-5 വാക്കും കൂടെ ചേർത്ത് പറയുമോ? ഇത് വളരെ വലിയൊരു ശില്പമാണ്. ആര് കണ്ടാലും അമ്പരിച്ചു പോകുന്ന ഒരു ശില്പമാണ്. ഇതുണ്ടാക്കാൻ വേണ്ടി ഈജിപ്തിൽ നിന്ന് വലിയൊരു ശില്പി തന്നെ ഇതിനു വേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ ചോദിച്ചുകൊണ്ട് നമ്മൾ എല്ലാവരെയും വിളിക്കുമോ, അതോ നിങ്ങൾക്ക് രാജസന്നിധിയിൽ മാത്രമേ ഉള്ളൂ? ഇല്ല, ഇതിനു വേണ്ടി ലോകത്തുള്ള എല്ലാരെയും വിളിക്കാനാണ് രാജാവ് കൽപ്പന തന്നിരിക്കുന്നത്. ഇത് എപ്പോഴായിരിക്കും സംഭവിക്കുന്നത്? നാളെ ഏകദേശം 10:30 ഇതിന്റെ ഉദ്ഘാടനം ഉണ്ടാവും. നന്ദിയുണ്ട് പ്രിയപടൻ. അപ്പോൾ പി കെ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, ഇപ്പോൾ കേട്ട വാർത്തകളാണ് ഇതെല്ലാം.
രാജഗുരു, പറഞ്ഞാലും രാജൻ, നമുക്ക് വലിയ സന്തോഷമായിരിക്കുന്നു. എല്ലാവരും അറിഞ്ഞിരിക്കുന്നു നമ്മുടെ ഈ ശില്പം വന്നിട്ട്. നോക്കൂ, നമ്മുടെ ശില്പം കാണാൻ എല്ലാ പ്രജകളും എത്തിയിരിക്കുന്നു. അതെ അതെ, എല്ലാവരും വന്നിരിക്കുന്നു. രാജഗുരു, പറഞ്ഞാലും രാജൻ, ആഘോഷമാക്കണ്ടേ നമുക്ക്? തീർച്ചയായും രാജൻ. എവിടെ ആട്ടവും പാട്ടും തുടങ്ങട്ടെ, നാളങ്ങൾ മേളങ്ങൾ തുടങ്ങട്ടെ, എല്ലാവരും അങ്ങോട്ട് ആർക്കട്ടെ. രാജഗുരു, പറഞ്ഞാലും രാജൻ, ഇതാണ് രാജകൽപ്പന. ഈ ശില്പം കാണുന്ന സമയത്ത് എല്ലാവരും നിന്ന് നമസ്കരിക്കണം. എല്ലാവരും. രാജന്റെ കൽപ്പന പോലെ നടക്കട്ടെ. രാജഗുരു, ശില്പിയോട് തുറക്കാൻ പറയൂ. ശില്പം തുറക്കുകയും ശില്പി. രാജഗുരു, എന്തൊരു പ്രൗഢി! എന്തൊരു പൗഡർ അല്ല പ്രൗഢി. രാജൻ, ഇതിൽ ജീവൻ തുടിക്കുന്നു. അതെ, ഞാൻ കാണുന്നു. എല്ലാ പ്രജകളോടും വരാൻ പറയും. നമസ്കരിക്കട്ടെ വരും. എല്ലാവരും കേറി വരുവിൻ. എന്നിട്ട് ആകാശം മുട്ടെ വണങ്ങുന്ന ഈ വലിയ ശില്പത്തെ നമസ്കരിക്കുവിൻ. രാജൻ, ചിലർ പുഷ്പങ്ങൾ അർപ്പിക്കുന്നു. ബഹുകേമമായിരിക്കുന്നു. ചിലർ മധുരങ്ങൾ കൊണ്ടുവരുന്നു. എന്ത് അത്ഭുതമായിരിക്കുന്നു. അവിടെ എന്താ പറയാൻ വരുന്നു? അവിടെ 3 പേർ മാത്രം ഇതിനെ വണങ്ങുന്നില്ല. എന്ത് ധിക്കാരമാണ് രാജാവിനോടും രാജസന്നിധിയോടും ധിക്കരിക്കുക. രാജൻ, രാജഗുരു, അവിടെ കുറച്ചു പേർ വണങ്ങാതെ നിൽക്കുന്നു. രാജന്റെയും രാജവാക്കിന്റെയും വില കൊടുക്കാതെ. ആരാണവർ? പിടിച്ചുകൊണ്ട് വരുവിൻ അവരെ. രാജവാക്കിനെ വില കൽപ്പിക്കാതെ. അതെ, ഇവര് തന്നെ. ഇത്രയും ജനങ്ങൾക്ക് ഈ ശില്പത്തിന് മുമ്പിൽ വണങ്ങാമെങ്കിൽ നിങ്ങൾക്ക് മാത്രം എന്തുണ്ടായിക്കൂടാ? നെബൂഖദ്നേസരെ, ഈ ശില്പത്തെ ഞങ്ങൾ വണങ്ങില്ല. രാജഗുരു, കൊന്നു കളയട്ടെ അവരെ. വേണ്ട. അന്യദേശത്തു നിന്ന് വന്നവരാകാം. ഇവിടുത്തെ ആചാര്യനൊന്നും അറിയത്തില്ലായിരിക്കും. നോക്കൂ, ആ ശില്പത്തെ വണങ്ങിയിട്ട് പൊക്കോളൂ. നാം ശിക്ഷയൊന്നും തരത്തില്ല. നെബൂഖദ്നേസരെ, ഞങ്ങൾ സേവിക്കുന്നത് ജീവനുള്ള ദൈവത്തെയാണ്. ആ ദൈവത്തെ അല്ലാതെ ഈ ശില്പത്തെയോ നിങ്ങളുടെ ഒരു ദേവന്മാരെ ഞങ്ങൾ വണങ്ങില്ല. പോരാ! ഇവരെ തലയുയർത്താൻ മാത്രം പോരാ, ഇവരെ നമുക്ക് എല്ലാ ജനങ്ങളുടെ മുന്നിൽ ഒരു പാഠമാക്കണം. പടന്മാരെ, ഇവരെ തീക്കുഴിയിൽ തള്ളിയിടുക. തീയുടെ 7 മണി കൊണ്ടുക. അവരെ കൊണ്ടുപോയി തീക്കാത്തിടുവിൻ. അതിന്റെ ശക്തി 7 മടങ്ങാക്കുവിൻ. ഇത് രാജകൽപ്പനയാണ്. രാജൻ, ഈ ശിക്ഷ കൂടിപ്പോയോ? ഒരിക്കലുമല്ല. നമ്മെ ധിക്കരിച്ചാൽ എന്ത് നടക്കുമെന്ന് ഈ നാട്ടിലെല്ലാവരും അറിയണം. നോക്കൂ, ഒരു ദൂതൻ. അവിടെ പറയൂ പറയൂ. അവിടെ നമ്മള് കൊണ്ടുപോയ 3 പേർക്ക് ഒന്നും സംഭവിക്കുന്നില്ല. രാജൻ, എനിക്ക് മനസ്സിലാവുന്നില്ല അവിടെ എന്താ സംഭവിക്കുന്നതെന്ന്. നമ്മുടെ ഭടന്മാരാണെങ്കിൽ അവിടെ കത്തി എരിയുകയാണ്. അവിടെ പോരാത്തതിന് ആ 3 പേരുടെ കൂടെ ഞാൻ 4ാമത് ഒരാളെ കണ്ടു. രാജഗുരു, പറഞ്ഞാലും രാജൻ, എന്താണ് ഇതിന്റെ അർത്ഥം? എന്റെ ജ്ഞാനത്തിൽ ഒന്നും തെളിഞ്ഞു വരുന്നില്ല. ഇത് മായയോ മായാജാലം, അത്ഭുതം. അവരിങ്ങോട്ട് വിളിക്കൂ. എങ്ങനെ സാധിച്ചു ഇത്? മന്ത്രമാണോ ഇത്? മായാണോ? നെബൂഖദ്നേസരെ, ഞാൻ മുന്നമേ പറഞ്ഞില്ലേ ഞങ്ങളുടെ ദൈവം ഈ തീച്ചുളയത്തിൽ നിന്ന് വിടുവിക്കുമെന്ന്. ആരാണ് നിങ്ങളുടെ കണ്ട 4ാമൻ? ജീവനുള്ള ദൈവമായ സർവശക്തനായ യഹോവയാണ് ഞങ്ങളുടെ ദൈവം. രാജഗുരു, ആരാണ് യഹോവ? അതാരാണ് യഹോവ? അദ്ദേഹം ആരാണ്? ജീവനുള്ള ദൈവമാകുന്നു. എന്റെ ജ്ഞാനത്തിലൊന്നും തെളിഞ്ഞു വരുന്നില്ല രാജൻ. എനിക്ക് മനസ്സിലാവുന്നില്ല.
രാജൻ, അപ്പോൾ ഈ നമ്മൾ വിലമുടക്കി വന്ന ശില്പമോ? രാജഗുരു, ശില്പം നശിപ്പിച്ചു കളയാം. ഇത്രയും പണം മുടക്കി പണിതാണ്. പക്ഷെ എന്നാലും ഇവരല്ല ഇവരെ രക്ഷിച്ചത്, ഇവരെ ജീവനുള്ള ദൈവമാണ് രക്ഷിച്ചത്. നമുക്കെന്തിനാ ഈ ശില്പം? നശിപ്പിച്ച് കളയും. ഭടന്മാരെ, ശില്പത്തെ നശിപ്പിക്കുവിൻ. ഇനി മുതൽ ഇതാണ് എന്റെ രാജകൽപ്പന. ജീവനുള്ള ദൈവമല്ലാതെ, ഇവരെ രക്ഷിച്ച ദൈവമല്ലാതെ ആരെയും വണങ്ങുന്നവരെ നമ്മൾ കൊന്നുകളയും. അവരുടെ വീട് കത്തിക്കും ഞാൻ. അവരുടെ വീട് കുപ്പക്കുന്നാക്കിയാലോ രാജൻ? അതെ, അതേ. ഇത് തന്നെ രാജകൽപ്പന. രാജൻ, അങ്ങനെയെങ്കിൽ ഇവരുടെ ദൈവം ജീവനുള്ള ദൈവമെങ്കിൽ നമുക്ക് ആ ദൈവത്തെ ഒന്ന് ആരാധിച്ചാലോ രാജൻ? രാജഗുരു, പാട്ടും മേളവും തുടങ്ങട്ടെ. പാട്ടും മേളവും തുടങ്ങട്ടെ. ഭൃത്യന്മാരെ, ആഹ്ലാദിപ്പിൻ.